നിങ്ങൾ ഈ ഒരു വീഡിയോ മൊത്തം ഇരുന്ന് കാണണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് സബ്സ്ക്രിപ്ഷനകത്ത് ഇപ്പോൾ കാണുന്ന വീഡിയോ ആണ്. ഞാൻ ഇവരുടെ എന്തോ റിലേ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രേണുസുതി വെറുക്കുന്നവർ ലൈക്ക് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, കൂടെ ഹൈപ്പും കൂടെ ചേർത്തോ. ഓക്കെ, ഇത് യൂട്യൂബിൽ കാണുന്നവർക്കാണ്, അഥവാ ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഇപ്പോൾ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്തോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. ഞാനിപ്പം ഈ ഷഫീന ബീബിയുടെ ചാനലിനകത്ത് ഇവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ അവർ പുറത്ത് വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനോട്ട് സംസാരിക്കാം. ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് മുമ്പ് ഇവരുടെ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഇവർ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോവാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ആ ഒരു ചാറ്റ് വന്നതിന് ശേഷമാണ് നിങ്ങൾ ഇത് കണ്ടോ, ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ഓക്കെ, ഇതിപ്പോൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കാണുമ്പം എനിക്കെന്തോ പന്തികേട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ്ലി, നിങ്ങൾ ആ ഒരു വീഡിയോ ഉണ്ടോ? എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സീരിയസ്ലി എനിക്ക് എന്തോ പന്തികേട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിലേ പോയാ ചേച്ചിയുടെ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ. എൻ്റെ കിളി പോയിരിക്കുകയാണ്. കാരണം ജിമ്മിലിടുന്ന ഷൂ കണ്ടോ? നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടേ. ഒന്നും കൂടെ ഞാൻ കാണിക്കാവേ, എന്നിട്ട് ഫുള്ള് വെച്ച് തരാവേ. ചൂട് കാരണം ഒരു രക്ഷയില്ല, ഞാൻ ഷൂ ഇടട്ടെ എന്ന് പറയുന്നു. ഓക്കെ, എനിക്ക് രേണുവിൻ്റെ വീട് അറിയാം. ഞങ്ങൾ അന്ന് അച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ ഈ പറയുന്ന രേണുവിൻ്റെ വീട് ഞാൻ കണ്ടായിരുന്നു. കാരണം അവിടെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറച്ച് പുല്ലിങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അത് ഈ ഒരു സമയത്ത് ചിലപ്പോൾ അത് ഉണങ്ങിപ്പോയി കാണും. നല്ല ചൂടുള്ളൊരു സ്ഥലമാണ് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അന്ന് ബിഷപ്പിനെ പോയി കണ്ട സമയത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഇട്ടതല്ലേ. ആ സ്ഥലത്ത് നല്ല ചൂടെന്ന് വെച്ചാൽ അവിടെ പ്രാന്താലം പോലെ ആയിരിക്കും, 100% ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഏരിയ അങ്ങനെയാണ്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സ്ഥലത്ത് രേണുസുതി ആ ഒരു ചൂട് സമയത്ത് ഈ ഷൂ ഒക്കെ എന്തിനാ വലിച്ചു കയറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നേ. എന്തോ ഒരു തകരാറ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇവരെന്തോ റിലേ പോയ അങ്ങനെ നിൽക്കുകയാണ്. ഇവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയെന്ന് നമ്മൾ പറയത്തില്ലേ. നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബർ ഒരു ആഗ്രഹം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ അല്ല, കുഞ്ഞിനെ വെച്ചിട്ടൊരു പാട്ട് ഞാനത് ബ്ലർ ചെയ്ത് വെക്കുകയാണ്. കൊച്ചു പിള്ളേരൊന്നും നമ്മുടെ വീഡിയോ കാണിക്കേണ്ട, പ്രത്യേകിച്ച് റിതപ്പനെ കാണിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഓക്കെ, പയ്യൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അതിൻ്റെ കൂടെ ഒരുത്തം വന്നിട്ടൊരു അടുത്ത വീഡിയോ ആണേ. അതിൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇട്ടാണ് നിർത്തട്ടെ പൊടി മോളായെന്നും പറഞ്ഞിട്ടൊരുത്തം കമൻറ്റ് ഇട്ട്. അതിന് പുള്ളിക്കാരി കൊടുത്ത മറുപടിയെ അത് ഞാൻ വെച്ച് തരാവേ. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ചാറ്റിലോട്ട് നമുക്കൊന്ന് പോവാം. വാവോ, പുള്ളിക്ക് എന്തോ ഒരു തകരാറ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചാറ്റിലോട്ട് പോവാം. ഈ ഒരു ചാറ്റും കാര്യങ്ങളുമാണ് സബ്സ്ക്രിപ്ഷനായി ഏതോ ഒരുത്തിന് എടുത്തിട്ട് ചേച്ചിയോട് ഏതാണ്ടൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത് മീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ എന്നും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് രണ്ടും ഒക്കെ കൊടുക്കുന്നതാണ്. ആക്കാം. ഐ ആം ഇൻ UK നൗ. UK ആൾക്കാർക്കൊക്കെ ഇത്രയും ദാരിദ്ര്യം പിടിച്ചവന്മാരാണോ നീയൊക്കെ? അറിയാൻ മേത്തോണ്ട് ചോദിക്കുകയാണ്. ഇതിന് സത്യമാണോ ആണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് പിന്നെ നമുക്കിതൊക്കെ ഇല്ല പൊട്ടാസ് പൊട്ടിക്കുന്ന പോലെ ഗുണ്ട് കണ്ടവൻ എന്ത് പൊട്ടാസ്
എന്ന് പറയുന്ന പോലെ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ കൃഷ്ണ. അതോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകും എന്ന് പറഞ്ഞില്ല. പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ മാനേജറിനൊക്കെ കോണ്ടാക്ട് ചെയ്യണം. ഇനിയിപ്പം ട്രെൻഡിങ് എന്തോ കിരീഷ്മയോ ഞാൻ അവരെ കുറിച്ചൊന്നും പറയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. അവരുടെ കഥകൾ കൊണ്ടുവന്നിടാനൊന്നും നമുക്ക് നേരമൊന്നുമില്ല. അതൊക്കെ കൊണ്ടുവരുന്നവരൊക്കെ കൊണ്ടുവന്നിട്ടോളും. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തയിലോട്ടൊന്ന് പോവാം. എന്നിട്ട് പിന്നെ ചേച്ചിയുടെ കുറച്ച് കാലും കൈയൊക്കെ പൊക്കി കാണിക്കുന്നത്. ഇപ്പം ഈ റീലിനകത്ത് ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് എന്തൊക്കെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സഫീന ബീബിയുടെ ചാനലിലാണ് വന്നത്. നമ്മുടെ താത്തയുടെ വീഡിയോ ഒക്കെ ഞാൻ വെക്കാം. താത്ത സ്ട്രൈക്ക് അടിക്കുന്നെങ്കിൽ സ്ട്രൈക്ക് അടിക്കട്ടെ. നമ്മുടെ ഷഫീന താത്തയല്ലേ, എല്ലാവരുടെ അടുത്തും പറയുന്നത് ഡാനി അതിലും മക്കളെ പോലെയൊക്കെ തന്നെയാണ്, എനിക്ക് അവരോട് ദേഷ്യമൊന്നും ഇല്ലെന്നൊക്കെയാണ് നമ്മുടെ ചെവിയിലെത്തുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വെക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും ഇവരോട് മിണ്ടാനോ ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അതിനോട് ചോദിച്ചു വെക്കണം, അവന് ഒട്ടും താല്പര്യമൊന്നുമില്ല. കാരണം ഒരു കാര്യം, ഈ അടുത്ത സമയത്തും ഞാൻ അവരോട്ട് നല്ല വഴക്കും കാര്യങ്ങളും ഇട്ട സമയത്തും രേണുവിൻ്റെ കാര്യത്തിന് ഞങ്ങളെ വിളിച്ചൊരു വ്യക്തിയാണ്. ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് നന്ദിയുണ്ട്. ആ വ്യക്തി തന്നെ നമ്മുടെ ചാനലടിച്ച് കളയുമെന്ന് പറഞ്ഞത്, അത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു ചങ്കിടിപ്പ് മനസ്സിലായോ? അതൊരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അതും വല്ലവനും ചെയ്ത തെറ്റ് മൊത്തം എൻ്റെ അതുലിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെൻ്റെ ഈ കാതുകൊണ്ട് കേട്ട കുറച്ച് കാര്യമായതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അതൊരു വ്യക്തി പറഞ്ഞതല്ല, ഒരു വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആട്ടെ. ഇനിയിപ്പം ഞങ്ങൾ ക്ഷമിക്കണോ? നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറയാം. അതായത് താത്ത പറയുന്ന കേൾക്കാം. അപ്പോ മാനേജർ ത്രൂ നടക്കുന്ന ഇത്തരം കോണ്ടാക്ട്സ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടല്ലോ. ഇനി ഇതിന് പകരമായിട്ട് രണ്ടുപേരുടെ സ്വർണവും ഇട്ട് ഈ കഥകളൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ ചാറ്റൊക്കെയാണ് വെക്കുന്നത്. നമ്മളൊക്കെ പണ്ട് പറഞ്ഞു വിട്ട കേസ് കേട്ടാണ്. ഇനി അടുത്ത് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇറങ്ങി അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് പിന്നായം പോലുള്ള കുറച്ച് ഐറ്റങ്ങളൊക്കെ ഇറക്കി വിടുമായിരിക്കും. ഇതായിരിക്കും അടുത്ത് വരാൻ പോകുന്ന സംഭവം. ഇതൊരു എക്സ്ക്ലൂസീവാണ്. അടുത്ത് വരാൻ പോകുന്ന വീഡിയോ ആണ്. എന്തായാലും യൂട്യൂബിൽ എടുത്ത് വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതാണ് ഇനി അടുത്ത് വരാൻ പോകുന്ന സംഭവം. നമുക്കിതൊന്നും ഒരു പുത്തിരി അല്ല. നിങ്ങൾ ഇപ്പോഴല്ലേ ഈ യൂണിവേഴ്സിറ്റി വന്നത്. ഞങ്ങളൊക്കെ ഇത് പണ്ടേ ഒരു കഴിഞ്ഞ ഡിസംബറിൽ വന്നതാണ്. ഈ ഡിസംബർ അല്ല, അതിന് മുമ്പത്തെ 2024 ഡിസംബറിൽ ഈ യൂണിവേഴ്സിറ്റി കാലെടുത്ത് കുത്തിയ ടീമുകളാണ്. അപ്പൊ നമുക്കിതൊക്കെ പണ്ടേ അറിയാം. അടുത്ത പറയാം. വെച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിടല്ലേ, ചിന്നക്കടവടി ചെയ്യല്ലേ. അപ്പൊ പലരും വന്നിട്ട് പറയും അതെന്താ നിർത്തി വെച്ചത്, വീഡിയോസ് ആണ് നിർത്തി വെച്ചത്, ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇത് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നതിന്റെ എന്റെ പൊന്നെ ചേച്ചി, എന്ത് പോരാട്ടമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇതെന്ത് പോരാട്ടമാണ്? പറ, എന്ത് പോരാട്ടമാണെന്നും കൂടെ പറ. അല്ലെങ്കിൽ ആ സ്വർണ്ണക്കടത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. ഇതെന്തുവാ പറയുന്നത്? കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പറയുന്നു പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ കേരളത്തിലെ പോലീസുകാരെ വെറും ഉണ്ണാക്കന്മാരാക്കുന്ന രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കസ്റ്റംസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാത്തതുകൊണ്ടാണ് സ്വർണ്ണക്കടത്തിൻ്റെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. അത് പിന്നെ നമ്മുടെ രീതി കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സും അതുമായിട്ടാണ് ഈ കാര്യങ്ങൾ മൂവ് ചെയ്യാറുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ വിഷയം ചാറ്റാണല്ലോ, ചാറ്റിലോട്ട് പോകണേ. റീസൺ പലരും ചോദിച്ച കാര്യമാണ്, എന്താണ് നിങ്ങളുടെ എന്ത് തെളിവാണ് ഉള്ളത്? ഇതിനേക്കാൾ തെളിവുകൾ ഉണ്ട്. അതൊന്നും എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, ചാനലിന് പ്രോബ്ലം വരും. കാരണം അറിയാലോ, ന്യൂഡിറ്റി ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ അതൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂല. എന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിക്കും. അത് ഞാൻ ആണല്ലേ, ഭദ്രമായിട്ട് തന്നെ ഉണ്ടോ? അത് നാട് മൊത്തം ആയോ? ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സച്ച് ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യം വരണമെങ്കിൽ പോലീസിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം അടിപൊളി. ഇപ്പൊ പിന്നെ ഈ വീഡിയോ ഒന്നും പോലീസ് കാണത്തില്ലേ? എല്ലാം അടിപൊളിയാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആട്ടെ. എന്തായാലും നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ഇടാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആണുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ വകുപ്പ് വേറെ വെച്ച് അടിച്ചു കയറ്റി നമ്മളെ അങ്ങ് ജയിലിടുന്ന വകുപ്പാണ്. ഒരു പെണ്ണിട്ടാലും ആണിട്ടാലും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ അങ്ങ് വന്നിട്ടോ. നമ്മളിതൊക്കെ ഗാലറി ഇരുന്ന് കണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മളൊരു പടം ഡയറക്റ്റ് ചെയ്ത് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്ത് ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാ ഏറ്റവും കാര്യങ്ങൾ അറിയാം.
പബ്ലിഷൊക്കെ ചെയ്യുന്ന പ്രത്യേക ആൾക്കാരൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കൊലിസിന്റെ ഒക്കെ വീഡിയോ ഒന്ന് കാണാം. കാലിന്റെ വീഡിയോസ് ഇട് ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവര് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ചില ബ്ലോഗേഴ്സ് എടുത്ത് ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രൊമോഷനാണ് അതൊക്കെ. നല്ല കാലല്ലേ കാല് കാരണം ഇപ്പം UK വരെ ആള് വന്ന് നമ്മുടെ പ്രൊമോഷൻ കൊണ്ടാണ് ചേച്ചി ഇപ്പോൾ ഒരു ലെവലിലായത്. ഓക്കെ, എനിവേ എന്തോ ആയിക്കോട്ടെ. ഇപ്പം ഈ ചാറ്റും കാര്യങ്ങളും വീഡിയോ ഒക്കെ പുറത്ത് വിട്ട് ഇവർക്ക് വട്ടാവുമെന്നാണ് എൻ്റെ ഒരു പേടി. കാരണം ആ ഫസ്റ്റ് ഇൻട്രോ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാണല്ലോ. ഇത് രേണു സുധിയാണോ, ഇത് ഏത് സുധിയാണെന്ന് പോലും എനിക്ക് പിടി കിട്ടുന്നില്ല. എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ 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 ബൈ. ലവ് യു ഓൾ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു.